ചേച്ചി ഇപ്പൊ 13-ാം വയസ്സിലോ അങ്ങോട്ട് തുടങ്ങിയല്ലോ. ഈ അധികം അതായത് ഒരു വീട്ടിൽ താമസിച്ചില്ലെങ്കിൽ കൂടുതൽ ഹോട്ടൽ മുറികളിൽ സെറ്റിൽ ആയിരിക്കും ചേച്ചി താമസിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ. അതെ. എവിടുന്നാണ് ഈ ഇപ്പൊ പഴനിയില് ഒരു ആനന്ദവല്ലിയെ കണ്ടുപിടിക്കണത്? അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളൊടുക്കിലൊരു വീട്ടമ്മ ഈ കണക്കൊക്കെ എഴുതി എല്ലാ കാര്യങ്ങളും ഒത്തുപോകുന്നത്? ഇത് എവിടുന്ന് ഒബ്സർവ് ചെയ്യുന്നത്? എങ്ങനെയാ അങ്ങനത്തെ ആളുകളെ കാണുന്നത്? നിങ്ങളുടെ വേൾഡ് തന്നെ വേറെ അല്ലേ? തീർച്ചയായിട്ടും വിഷ്ണു അത് ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ചെന്നൈ പോലൊരു വലിയ സിറ്റിയിലാണ് വളർന്നത്. അതിനൊക്കെയുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടെ. ഇപ്പൊ ഉള്ളൊഴുക്കിലെ ലീലാമ്മയും അതൊക്കെ തന്നെയാണ്. പക്ഷെ അതിനെ ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത് എന്നെ പേഴ്സണലായിട്ട് വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് ഞാനത് അതിനെ കുറിച്ച് സംസാരിക്കാനേ എനിക്ക് താല്പര്യമില്ല. താങ്ക് യു. അപ്പൊ ഇതൊക്കെ കാണുന്നതെന്ന് പറയാൻ നമ്മൾ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പണ്ടൊക്കെ എവിടെ വെച്ചാൽ വീടുകളിലൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സ്ത്രീകളൊക്കെ വരുമ്പോൾ ഞാൻ ഒരിക്കലും അവരിൽ നിന്ന് അകന്ന് നിന്നിട്ടില്ല. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പ്രേക്ഷകരായിട്ടുള്ളവർ വരുമ്പം ഞാൻ അവരുടെ ഇടയ്ക്ക് പോയിരിക്കും. പ്രേക്ഷകരായിട്ടുള്ളവരിൽ നിന്ന് കൂട്ടുകാരെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരുപാട് ബന്ധുക്കളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോടൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഷൂട്ടിംഗ് കാണാൻ വന്നവരും എന്റെ ഫാൻസ് ആയിട്ട് വന്നവരൊക്കെ എന്റെ കൂട്ടുകാരാ. അപ്പൊ അവരിൽ നിന്ന് അകന്നൊരു സ്റ്റാറായിട്ട് നിൽക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുന്നവർ അവരുടെ വിശേഷങ്ങൾ പറയും, നമ്മളോട് വിശേഷം ചോദിക്കും. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. ആ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു വീട്ടിലെ ഷൂട്ടിംഗ് ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കുറെ പേരുണ്ടാവും. അപ്പൊ അവരെ ഞാൻ ശ്രദ്ധിക്കും. അവരുടെ രീതികൾ എന്താ, നിങ്ങളുടെ ജോലി എന്താ, അപ്പൊ അത് എവിടെ പോയി എന്തൊക്കെ ചെയ്യണം, ഇതിന് പോയാൽ അവിടെ പോയി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ ചോറ് കൊണ്ടുപോകും, എന്തായിരിക്കും നിങ്ങൾ രാവിലെ ഫുഡ് കൊണ്ടുപോകുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കും. അങ്ങനെയുള്ള ഒരു ഒബ്സർവേഷനിൽ നിന്ന് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ 90% ഫീമെയിൽ ക്യാരക്ടേഴ്സും എൻ്റെ കുടുംബങ്ങൾക്കകത്ത്. എൻ്റെ അമ്മ വളരെ ജനകീയമായൊരു സ്ത്രീയാണ്. നല്ല വിദ്യാഭ്യാസമുണ്ട്. കൽപ്പന ചേച്ചിയുടെ 1000 കൽപ്പന ചേച്ചിയാണ്. അത്ര സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. ചിരിക്കാതെ തമാശ പറഞ്ഞു കളയുന്നു. മുക്കരനായിട്ട് ഒന്നാം തരമായിട്ട് ഹാസ്യം എഴുതും. പിന്നെ ഈ കോമഡി കഥകൾ വായിച്ച് കേൾപ്പിക്കും. വേളൂർ കൃഷ്ണൻകുട്ടിയുടെയൊക്കെ ഇത് വായിച്ച് കേട്ടിട്ടാണ് ഞങ്ങൾ കുഞ്ഞിനെ വളർന്നിട്ടുള്ളത്. അമ്മ ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. ഞങ്ങൾ ചുറ്റിനും ഇരുന്ന് ചിരിക്കും. അപ്പോ അമ്മയുടെ കൂട്ടുകാരായിട്ട് അമ്മയുടെ ക്ലാസ്മേറ്റ്സ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അമ്മയ്ക്ക്. ഇന്നും സിനിമാ താരങ്ങളായിട്ടുള്ള ഞങ്ങളെ കണ്ട് പരിചയപ്പെട്ടവര് ഞങ്ങളെ കാണാനല്ല വീട്ടിൽ വരുന്നത്, അമ്മയെ കാണാനാ. അമ്മയ്ക്ക് ഏകദേശം 80 വയസ്സിനോട് അടുക്കുന്നു. അമ്മ എങ്ങനെ ഇരിക്കുന്നു എന്ന് അമ്മയെ കാണാൻ വരണം. അമ്മയുടെ അടുത്തിരുന്ന് സംസാരിച്ച് ചിരിച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്നവര്. അങ്ങനെയുള്ള ഒത്തിരി പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതാണ് കാര്യം. അവിടുന്നാണ് ഇതൊക്കെ എടുക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ ഈ അടുത്ത് മറ്റേ യൂട്യൂബിൽ റാൻഡായിട്ട് നോക്കിയപ്പോ ഭാര്യ എന്നുള്ള പടത്തിന്റെ ഒരു ക്ലിപ്പ് വരികയാണ്. അതിലൊരു മീൻ മേടിച്ചിട്ട് മീൻ വില കൂടല്ലോ, അയ്യോ ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മീൻകാരി ഒഴിവാക്കുന്ന സീക്വൻസ്. ഇത് ഞാൻ ജീവിതത്തിൽ കുറെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ചേച്ചി ചെന്നൈ ജീവിച്ചു, അധികം ഒരു ഇടത്തരം സെറ്റപ്പിനൊക്കെ മുകളിലാണല്ലോ ജീവിത രീതി. എവിടെ നിന്ന് ഈ വില പേശലൊക്കെ കണ്ടു കാണും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെ, ഇതൊക്കെ തന്നെയാണ്. എൻ്റെ അമ്മ വീട്ടിൽ നടയെ വരും, മീൻ കൊണ്ടുവരുന്നവർ വരും. അവിടെ പോയി എന്നാൽ അമ്മ വെജിറ്റേറിയനാണ്, ഒന്നാം തരം വെജിറ്റേറിയൻ ആയിട്ട്. അമ്മയുടെ കുടുംബം മുഴുവൻ വെജിറ്റേറിയനാണ്. പക്ഷെ അമ്മ മീനിന് വില വെച്ചു. അങ്ങനെ അതൊന്നും അല്ല. എന്തോ 10 രൂപ 4 പറഞ്ഞു, മീൻ പറഞ്ഞോ, നിങ്ങളായിട്ട് അങ്ങനെ പറയണ്ട. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് കയറുകയല്ലേ കൊച്ചിലേ മുതല്. അപ്പൊ അങ്ങനെയുള്ള അതാണ് പ്രധാന കാരണം. പ്രധാനമായിട്ട് ഈ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരാളുടെ ഒരു കമ്പാനിയൻ അവരധികം അവരെ വെച്ച് സിനിമ ചെയ്തിട്ടില്ല. ഇപ്പൊ അമീർ ഖാന്റെ ആദ്യ ഭാര്യ അമീർ ഖാനെ വെച്ചിട്ട് സിനിമയെ ചെയ്തിട്ടില്ല. അവര് ഡയറക്ടറാണ്. പറയുന്നത് എനിക്ക് ഭയമാണ്. കാരണം ഓൾറെഡി നമ്മുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അത് ഞാൻ ഇനി കളയണ്ടല്ലോ ഇത്രയും വലിയ ഒരാളെ വെച്ച് പടം ചെയ്തു. അതിനല്ലേ ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടത്. അതെ. അപ്പൊ അത്രമാത്രം നമ്മള് ചെയ്യത്തില്ലേ? അത് ഒരു കുടുംബമായത് വെറുപ്പിച്ചാ തീർന്നില്ലേ? അതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്, നല്ലോണം പരിശ്രമിച്ചിട്ടുണ്ട്. അന്ന് പ്രസ് മീറ്റിൽ തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഈ പുട്ട് വെണ്ടക്കക്കറി കടുകൂറ ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ. ആ സീൻ അവിടെ ഉണ്ട്, ഡയലോഗ്സ് അവിടെ അപ്പൊ പറയാണ് സത്യേട്ടൻ. അല്ലെങ്കിൽ മാറ എപ്പിടിയാவது ചേച്ചിയുടെ മാറ എന്നുള്ളത് അങ്ങ് പറഞ്ഞങ്ങ് അറിയുന്നതൊക്കെ ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. വല്ലാതെ ജഗദമ്പയിൽ അതുണ്ടോ? ജഗദമ്പയിൽ അതേ ഉള്ളൂ. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മള് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡയറക്ടർ ഒരു ആർട്ടിസ്റ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. ഡയറക്ടർ ആർട്ടിസ്റ്റിൻ്റെ ഒരിക്കൽ പറയുകയാണ്, എൻ്റെ ആർട്ടിസ്റ്റിൻ്റെ മീറ്റർ, ഇപ്പം വൈഫൈ എന്ന് പറഞ്ഞാൽ ഏത് ആർട്ടിസ്റ്റ് ആയാലും നമ്മുടെ മീറ്റർ ഇതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരാ കഥാപാത്രമായി മാറുവാണെങ്കിൽ അവരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ പറയുന്ന ആ അർത്ഥം വെച്ചുള്ള വാക്കുകൾ വരും. നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാനും വരും.
പറയാൻ പറ്റും. ഉർവശി ഇവിടെ വരൂ, അല്ലെ ഉർവശി വാ, ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റൂ. ആ എക്സ്പ്രഷൻ കൊടുത്ത് ആ ഇത് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് പോലൊന്നും അല്ല ഉർവശി പറഞ്ഞത്. പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മളങ്ങ് വിട്ടുകൊടുക്കും. അതാണ് ലൈവ് എന്ന് പറയും. അവരങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളത് നമ്മൾ ഇനി അല്ല, ഇത് വാമനന്റെ നായല്ല, മറ്റേ നായ ഒന്നും പറയണ്ട, അച്ഛൻ്റെ ഇച്ഛയല്ല, അങ്ങനെ പറയൊന്നും വേണ്ട. അവരുടെ ഫ്ലോ ഉണ്ട്. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് എല്ലാ സിനിമകളിലൊന്നും അല്ല, നമ്മളെ ഇങ്ങനെയുള്ള സിനിമകളിൽ പറ്റും. ചില സിനിമകളിൽ നമ്മൾ എന്റെ അനുഭവം പറഞ്ഞതേ. അല്ലല്ല, അതെ അതെ അതെ. അതിപ്പോ ഇത്തരം ക്യാരക്ടേഴ്സിനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലതിന് ഇപ്പൊ പുരാണമോ ചരിത്രമോ ഒക്കെ ചെയ്യുമ്പം അങ്ങ് അത് ഫിക്സ്ഡ് ആണ്, അത് വരുമ്പം നമ്മള് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടി വരും. ഈ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രോസസ് ഇല്ല, ഞാൻ ഡയറക്ടേഴ്സിനനുസരിച്ച് അങ്ങ് ചെയ്യാണ്, ഞാൻ അങ്ങനെ ഒന്നിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല, ഒന്നിനു വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ സത്യമാണ്? സത്യമാണ്, ഉറപ്പായിട്ട് 100% സത്യമാണ്. എന്നെ ജഡ്ജ് ചെയ്യാൻ എനിക്കറിയില്ല. എന്നെ ജഡ്ജ് ചെയ്യാൻ എന്നെക്കാൾ നന്നായിട്ട് വിഷ്ണുവിന് അറിയാൻ പറ്റുമായിരിക്കും. എനിക്കറിയാൻ പറ്റില്ല. അതൊരു വിജയമാണോ പരാജയമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്താണ് ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു ധാരണ വരും. അത് ഞാൻ ചെയ്യുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ജഡ്ജ് ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ എനിക്കറിയാം. ആ പ്രോസസ്സേ അല്ല ഞാൻ ചെയ്യുന്നത്. ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി അതിനു വേണ്ടി തന്നെ ആദ്യം ഈ സൂര്യ റിപ്പോർട്ടർ ഇതിൻ്റെ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഒരു വർക്ക്ഷോപ്പ് പോലെ സൂര്യയും നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് അതൊന്ന് വർക്ക് ചെയ്യാം എന്നായിരുന്നു സുധയുടെ അഭിപ്രായം. അപ്പൊ അത് പടം ചെയ്യുന്നതിന് 2.5 കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിലുണ്ട്. ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുകയും പറയുകയും ഓരോ സിനിമ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, കാര്യം അപർണയൊക്കെ വെച്ചിട്ട് അവര് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല. കാരണം ഈ ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഫിക്സ് ചെയ്യും, ഞാനിങ്ങനെ ചെയ്യുമായിരിക്കും, അപ്പൊ വിഷ്ണു ഇങ്ങനെ പെർഫോം ചെയ്യുമായിരിക്കും എന്നൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യും. ഞാൻ അവിടെ വരുമ്പോൾ ചെയ്യുന്ന ഇതൊന്നും ആയിരിക്കത്തില്ല. ആ സമയത്ത് ആക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഇപ്പൊ വരുന്നു അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾ അപ്സെറ്റ് ആവും. നിങ്ങളൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പെരുമാറണം എന്ന് ഫിക്സ് ചെയ്ത് വെക്കുമ്പോൾ കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അത് എനിക്കത് വരത്തില്ല, അതാ പ്രശ്നം. അപ്പൊ ഞാൻ അത് ഒഴിവാക്കി, ബാക്കിയുള്ളവരെല്ലാം വെച്ച് ചെയ്തു. പിന്നൊരു ഓ അന്ത നാട്കൾ എന്നും പറഞ്ഞൊരു സിനിമ, 4 ഫിലിമിലുള്ള 4 ക്യാരക്ടേഴ്സ് ഒന്നിച്ച് ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ഫിലിം. അപ്പൊ ഞാനുണ്ട്, രാധിക, സുഹാസിനി, ഖുഷ്ബു, അങ്ങനെ ഞങ്ങൾ 4 പേരും 4 സിനിമയുടെ ക്യാരക്ടേഴ്സാണ്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് ചേർന്നൊരു സ്ഥലത്തേക്കുള്ള ഒരു യാത്ര. അങ്ങനെ അതിനുവേണ്ടി റിഹേഴ്സൽ ചെയ്തേ പറ്റുള്ളൂ. കാരണം പരസ്പര ബന്ധമില്ലാത്ത 4 സിനിമയിലെ 4 ക്യാരക്ടേഴ്സാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ അതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നുള്ളത് കുറച്ച് നാൾ മുമ്പ് വന്ന പടമാണ് എന്ന് പറഞ്ഞ് വന്നു. ഇവിടെ വന്നിട്ട് ഓസ്ട്രേലിയയിലാണ് ഷൂട്ടിങ്. അപ്പൊ അവിടെ റിഹേഴ്സൽ എന്നുള്ള സമയമില്ല. നമ്മൾ ക്യാൻറ്റീനാണ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പം പല കടകളിലും റോഡിലും ഒക്കെ ഇറക്കി വിട്ടിട്ട് ക്യാമറ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പം അവിടുന്ന് നമുക്ക് ഒരു ഹിന്റ് തരാൻ പോലും പറ്റത്തില്ല, ബാക്കി എല്ലാം ഷൂട്ടാണ്. അപ്പൊ നിങ്ങൾ അതിനിടയ്ക്ക് നിങ്ങൾ പറയുക, ചിലപ്പോ ഒരു ചെറിയൊരു നോട്ടമൊക്കെ നോക്കും, അവിടെ ഒന്നുകൂടെ കാണിക്കും, അപ്പൊ ഒന്നുകൂടെ നമ്മളത് പറയണം. അപ്പൊ അതെനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ പോയി. പക്ഷെ അവിടെ ചെയ്തതൊന്നുമില്ല, ഞാൻ സ്പോട്ടിൽ ചെയ്ത്. അപ്പൊ സ്പോട്ടിൽ ഷൂട്ട് കഴിയുമ്പോൾ അവര് ഇതാണോ പറഞ്ഞത്, അവിടെ വെച്ച് ഇങ്ങനെ അല്ലല്ലോ ചെയ്തത്. അപ്പൊ ഞാൻ പെട്ടു. അപ്പൊ ഞാൻ പറയാം അങ്ങനെയല്ല, എനിക്ക് ഇപ്പോഴും ഇങ്ങനെയാ തോന്നി. അതങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റും. അവിടെ വന്നപ്പോ കൈയെടുത്ത് ഇങ്ങനെ എന്നെ നുള്ളുമ്പോഴല്ലേ ഞാൻ ഇത് പറയുമെന്ന് പറഞ്ഞ്, പിന്നെ എന്നെ നുള്ളാത്തെന്താ? അപ്പൊ ഇപ്പൊ തോന്നിയില്ല നുള്ളാൻ. അന്ന് അവിടെ ഇരുന്നപ്പോ എനിക്ക് സൗകര്യമായിരുന്നു നുള്ളാൻ. ഇതിപ്പോ 4 പേരും കൂടെ നടന്നപ്പോ അങ്ങ് അറ്റത്തായപ്പോ എനിക്ക് നുള്ളാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സൊക്കെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാനതാ ഓരോരുത്തരെ കണ്ട് അത്ഭുതപ്പെടുന്ന, ഈ ഹോംവർക്ക് ചെയ്ത് കറക്റ്റായിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് പെർഫോം. അതെ 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 എനിക്കറിയത്തില്ല. വലിയ പാടാണ് വിഷ്ണു, അതൊക്കെ വലിയ കഴിവാണെന്നാ വിചാരിക്കുന്നത്. വലിയ പാടാണ്. ഈ ഹാസ്യാണല്ലോ ഡീൽ ചെയ്യുന്നത്, അങ്ങനെ പറയാൻ പറ്റില്ല. ഹാസ്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ കോൺട്രിബ്യൂഷൻ കോമഡി എന്ന് പറയാം, അത് ഉണ്ടാവത്തില്ല, സിനിമയിൽ ഇല്ല. എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷ്ണു എന്നല്ലേ പേര്,
വിഷ്ണുവിൽ എനിക്ക് ചില മാനറിസങ്ങൾ കോമഡി, വിഷ്ണു സീരിയസ് ആയിട്ട് ചോദിച്ചാലും ചില മാനറിസം എനിക്ക് കോമഡി ആയിട്ടായിരിക്കും തോന്നുന്നു. നമ്മുടെ സിനിമയിൽ എന്തൊക്കെയോ ഉണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം വിഷ്ണുവിന്റെ സ്ഥലം എവിടാ? തൃശ്ശൂര്. ഇങ്ങനെ സിറ്റിയിലാണോ വെളിയിലാണോ? ഗ്രാമത്തില. അപ്പൊ തൃശ്ശൂര് നമ്മൾ ഒരു ടെൻഷനും ഇല്ലാതെ ഈ ഗ്രാമത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ പല കഥാപാത്രങ്ങളും ചെയ്യുന്ന സീരിയസ് ആയിരിക്കും, പക്ഷെ നമുക്ക് കോമഡി ആയിട്ട് തോന്നും. ചില മാനറിസങ്ങൾ അങ്ങനെയാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കോമഡി, ഞാൻ പറയാം കോൺട്രിബ്യൂഷൻ കോമഡി എന്ന വാക്ക് എനിക്ക് അത് അറിയാവുന്ന അതേ ഉള്ളൂ, വേറെ എന്തോന്ന് അറിയത്തില്ല. അങ്ങനെയില്ല. നമ്മളെ ഒരു കോമഡി കാണിക്കാൻ വേണ്ടി ഒരു കഥാപാത്രത്തെ ഇവിടെ എൻ്റെ ആ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇവിടെ ഉണ്ട് ആൾക്കാർ. നമ്മളെ കണ്ടെത്തിയാൽ മതി. നമ്മുടെ സംഭാഷണത്തിൽ ഒരു ദ്വയാർത്ഥം പോലും ഞങ്ങളുടെ സിനിമയിലില്ല. കുടുംബമായിട്ട് അപ്പം നമ്മൾ വിചാരിക്കുക ഇന്ന നമ്മളിപ്പോൾ ഒരു കച്ചവടക്കാരനെ കാണുന്നു, അല്ലെ ഒരു രാഷ്ട്രീയത്തിലുള്ള ആളെ കാണുന്നു, ഇവർക്കൊക്കെ ചില ഇത് സംഭാഷണ ശൈലിയും കാര്യങ്ങളും ഒക്കെ. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, വിഷ്ണു ഞാൻ കൊല്ലത്ത് പോയപ്പോൾ എന്ന് ആ കൊല്ലത്ത് പോയപ്പോൾ എന്ന് ഞാൻ വെറുതെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട്, നെഗറ്റീവായിട്ടുള്ളത് കോമഡിയുടെ ഒരു ഇതാണ് പറഞ്ഞത്. ഈ എന്താ എൻ്റെ പടത്തിനകത്ത് 2 മിനിറ്റ് 5 മിനിറ്റ് കോമഡി ഇരുന്നോട്ടെ, അതിനൊരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്ത് അവിടുന്ന് ഒരു കഥാപാത്രത്തിനെ ഉണ്ടാക്കുന്ന പരിപാടിയേ ഇല്ല. ഞങ്ങൾ 10 വർഷം എന്ത് പറഞ്ഞോ അപ്ഡേറ്റ്, പക്ഷേ വിഷയങ്ങൾ മാത്രം ആനുകാലികമായിട്ട് നമ്മൾ പഞ്ചായത്തിൽ ആനുകാലിക പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കോമഡിയാണ് കൂടുതലെന്ന് നിങ്ങൾ കണ്ടിട്ട് ചിരിക്കാനുള്ള അവസരങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും ചിരിക്കാനുള്ള. പക്ഷെ നമ്മൾ അതിനായിട്ടുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല. ചേച്ചി പണ്ട് സിനിമയിലുണ്ടായിരുന്നു, ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. ഏത് റോളിലും ഫിറ്റ് ആവുന്ന, ഏത് സംസ്കാരത്തിലും ഏത് ഭൂമികയിൽ കൊണ്ടുവച്ചാൽ, ഇപ്പൊ നായകന്റെ കൂട്ടുകാരനാക്കാം, നായികയുടെ അച്ഛനാക്കാം, ആര് വേണമെങ്കിൽ ആക്കാം. കുറെ പേര് വേണിച്ചേട്ടൻ, ഒടുവിൽ മാളച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സെറ്റിംഗ് വരുമ്പോ നമ്മൾ അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഒരു ഗ്രാമത്തിലെ പടം എന്ന് പറയുമ്പോൾ അവരെയൊക്കെ മിസ് ചെയ്യുന്നത്. ചേച്ചി ഈ പടത്തിന്റെ സെറ്റിൽ അങ്ങനെയുള്ള ആളുകളെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും വിഷ്ണു അവർ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവരോട് എത്രയോ സിനിമകൾ അവരില്ലാത്ത ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളതെന്ന് വേണം ചോദിച്ചാൽ. അത്രയും ഇത് ചെയ്തു. അത് തീർച്ചയായിട്ടും മിസ് ചെയ്യും. അത് മനസ്സിലെവിടെയോ കിടക്കും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് ഉറപ്പാണ്. കാരണം നമ്മൾ അവരെങ്ങനെ കണ്ടുകൊണ്ട് സത്യേട്ടൻ പറയുന്ന പോലെ എൻ്റെ പടത്തിലെ കഥാപാത്രങ്ങളിൽ പലരും ഇല്ല ഇപ്പം. അതൊരു മിസ്സിങ് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് അത്തരം സിനിമകളോ അത്തരം പ്രമേയങ്ങളോ നഷ്ടപ്പെടുന്നില്ല. അവരാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണ്ട. പക്ഷെ നമുക്ക് നമ്മുടെ കഥയ്ക്കും പശ്ചാത്തലത്തിനും പറ്റുന്നവർ വന്ന് അങ്ങനെ വരുന്നുണ്ട്. അത് മാത്രമല്ല, സിനിമയ്ക്ക് നമ്മളെ പോലെ ഇവർക്കെന്ന് വെച്ചാൽ ഒരുപാട് സെന്റിമെന്റ്സ് ഉണ്ട്. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ പറഞ്ഞു നമ്മൾ സിനിമയെ നോക്കുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എല്ലാവരും നടന്മാരും ഒക്കെയാ. വീട്ടിൽ ചെല്ലുമ്പോ വിഷ്ണു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ 7 മണിയായി. 6 മണിക്ക് കൂട്ടുകാരിക്ക് ഇരുന്ന് ന്യായം തള്ളിക്കൊണ്ടിരുന്നതാ. വീട്ടിൽ ചെല്ലുമ്പോൾ പെണ്ണുപിള്ളേക്കും അവിടെ ഒരു ഓഫീസിലൊരു ജോലി ഉണ്ടായിരുന്നു. ഇത് അഭിനയം. ഇത് ഭാര്യയുടെ മുമ്പിൽ ജയിച്ച അഭിനയം. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. നമ്മളിപ്പോഴും ഇവിടുത്തെ മുൻനിര വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഏത് വേഷവും ചെയ്യും. നമ്മൾ പറയാം, വിഷ്ണു അവരുടെ ഒരു ഡയറക്ടർ എന്നുള്ള ഒരു ചെറിയ കാഴ്ചപ്പാട് പറയുകയാണ്. വിഷ്ണു ടിക്കറ്റ് എടുത്ത് അവരുടെ സിനിമ കാണാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് അവരെ കാണാൻ നിൽക്കുന്നവരാണ്. അത്ര വലിയ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ മലയാളത്തിലും. ഒരുപാട് പേരുണ്ട്. പക്ഷെ പുതിയ ആൾക്കാർ വരികയും ചെയ്യുന്നുണ്ട്. എന്തും ചെയ്യും, നമ്മൾ ചെയ്യിച്ചെടുത്താൽ മതി. ബോഡി ലാംഗ്വേജിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് വിഷ്ണു. പൊതുവെ നമ്മുടെ എല്ലാവരുടെയും ബോഡി ലാംഗ്വേജിന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ഇരിക്കുന്ന എന്താ പറയുന്ന ഒരു സ്ത്രീയുടെ പൊതുവേ ഉള്ളൊരു ഇതിന് എനിക്ക് മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഏറ്റവും പുതിയ തലമുറയിലെ ഒരു കുട്ടി ഇരിക്കുന്നതിലോ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. ശരീരഭാഷയ്ക്ക് വല്ലാതെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കാണുന്നു പറയുമ്പോൾ എൻ്റെ അമ്മമാരായിക്കോട്ടെ, എൻ്റെ വീട്ടിലുള്ളവരായിക്കോട്ടെ, പിന്നെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ലുങ്കി എടുത്ത് ചൊറിയുന്ന ഇന്നത്തെ ഒരു ജനറേഷനിലുള്ളവർക്ക് ഒരു ചെറിയ അതൊരു ഇൻഡീസെന്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ തലമുറയ്ക്കനുസരിച്ച് അവരും കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും നിന്ന് ചൊറിയുന്ന ഒരു സമ്പ്രദായം ഒന്നും ഇപ്പൊ നമുക്ക് അത്രയ്ക്കങ്ങോട്ട് ശരിയാ. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ അച്ഛൻ കുറച്ചാറ് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ എന്തോ പറഞ്ഞു എന്നിങ്ങനെ ചൊറിയും. പക്ഷെ ഇന്നത്തെ ജനറേഷന് അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിന്ന് നടുറോഡിലോ അല്ലെങ്കിൽ വർത്തമാനം പറയുമ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചെയ്യത്തില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ എൻ്റെ ഒരു ശ്രദ്ധയെ കാണുമ്പോ എല്ലാ ബോഡി ലാംഗ്വേജിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒരു ആഹാരം കഴിച്ചിട്ട് ആ ഇലയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ ഏമ്പക്കം വിടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ.
പക്ഷെ ഇന്ന് കുറവാ അത്. ടേബിൾ മാനേഴ്സ് അല്ല, കുട്ടികളുടെ ഈ ജനറേഷന്റെ മാറ്റം എന്ന് വെച്ചാൽ ഒന്നുമല്ല, പൊതുവെയുള്ള കാലഘട്ടത്തിന് മാറ്റം പറയുക. അത് കുറഞ്ഞു. പണ്ടത് ഏറ്റവും വലിയ ആസ്വദിച്ച് കഴിച്ചതിന്റെ ഒരു ഭാഗമായിരുന്നു. ആസ്വദിച്ച് കഴിച്ചിട്ട് എമ്പക്കൊക്കെ വിട്ട് ഒരു നല്ല സദ്യയായിരുന്നു. ഇന്നിപ്പോ അത് അതൊരു ശരിയല്ലാത്ത ഒരു. അപ്പൊ അങ്ങനെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ശരീരഭാഷയിലും ഒക്കെ ഒരുപാട് മാറ്റം വന്നു. നാട്ടുംപുറങ്ങൾ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ പെരുമാറുന്നവരെ അവര് നാട്ടുപുറത്തുകാര് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നാട്ടുംപുറം ഇല്ല, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം തമിഴ്നാട്ടിൽ ചെന്ന ഒരുപാട് ഗ്രാമങ്ങൾ ഇനി ഇപ്പോഴും കാണാൻ പറ്റും. കേരളത്തില് എത്രയെന്ന് പറയാൻ പറ്റും. നമ്മൾ ജനിച്ചുള്ള ഒരു ഗ്രാമം നമുക്ക് അറ്റാച്ച്ഡ് ആയിരിക്കും. പുതിയതായിട്ട് നമ്മളൊരു സ്ഥലം കാണുമ്പോൾ ടൗണിനെ പറയാൻ പറ്റും. തീരെ ഗ്രാമം എന്ന് പറയാൻ അത്യപൂർവമായിട്ടുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പൊ അതെല്ലാം പൊതുവെ അപ്പൊ പഴയ ആർട്ടിസ്റ്റുകളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് പോലും ഇന്നത്തെ ജനറേഷന് കുറച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ചേച്ചി പുറത്തെ ഈ നെറ്റ്ഫ്ലിക്സിലെ വെബ് സീരീസുകള് അല്ലെങ്കിൽ പുറത്തുള്ള പടങ്ങള് അതൊക്കെ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇന്ന ആക്ടറുടെ ഇന്ന കാര്യം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേൾഡ് സിനിമ അപ്ഡേഷൻ നേരത്തെ മുതലേ കുറവായിരുന്നു ഞങ്ങളുടെ വീട്ടില്. കാരണം എൻ്റെ ആങ്ങളമാര്, പ്രത്യേകിച്ച് മൂത്ത ആങ്ങള, അവന്റെ ഫ്രണ്ട്സുമായിട്ട് അന്ന് കാസറ്റ് അല്ലേ ഉള്ളൂ, കണ്ടിട്ട് കാസറ്റ് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനത്തെ പടങ്ങളെ കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പൊ കിങ് കോങ്, നമ്മുടെ അനക്കോണ്ട ടൈപ്പ് പടങ്ങളെ കൊണ്ടുവരാൻ പറ്റൂ. കാരണം രണ്ട് അമ്മൂമ്മമാരും അപ്പച്ചും എല്ലാരും അമ്മയും ഞങ്ങൾ ഇത്ര പേരിരുന്ന് കാണുന്ന പടവാ. സെൻസർ ബോർഡ്. ഇതിന് എവിടാ കുഴപ്പമെന്ന് അവനറിയാം. അപ്പൊ ആ കുഴപ്പം വരുന്നതിന് ഒരു സീനിന് മുമ്പേ അവനിത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് എന്തിനാടാ അത് മാറ്റി, എന്തിനാടാ മാറ്റി? അപ്പൊ അന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിന് കുഴപ്പമുള്ളത് കൊണ്ടാവാൻ മാറ്റിയത് എന്നുള്ളത്. എന്നിട്ട് ആ കുഴപ്പം കഴിഞ്ഞപ്പോ അത് കൊള്ളത്തില്ല, അവിടെ ഭയങ്കര ബോറ്, അത് അവിടെ ഒരു ചണ്ട് പോലെ വരും എന്നൊക്കെ പറയും. പിന്നെ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ആ പടം മുഴുവൻ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ ഇന്ന് കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവനത് മാറ്റിയത് എന്നുള്ളത്. അപ്പൊ അത്തരം സിനിമകളെ കാണാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ അന്നൊക്കെ ഹിന്ദി ഫിലിംസ് കൂടുതൽ കാണാൻ അവസരം കിട്ടിയിരുന്നു. കാരണം ദൂരദർശനില് 7:30 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിത്രഗീതങ്ങൾ 5 പാട്ടിടും. അത് കഴിഞ്ഞാൽ ഹിന്ദി പ്രോഗ്രാംസ് ആണ്, ഹിന്ദി പാട്ടുകൾ ഉണ്ടാവും. ഞായറാഴ്ച കമ്പൽസറി ഏതെങ്കിലുമൊക്കെ ഭാഷയിലെ പടം കാണും. അപ്പൊ അത്തരം പടങ്ങൾ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു കൊച്ചായിരുന്നപ്പോ. ഇപ്പം മോളായി ഇപ്പൊ അവർക്ക് ഒരു കുട്ടികളുടെ ചാനൽ അല്ലെങ്കിൽ കുട്ടികളുടെ പോഗോ ചാനലുള്ളത് മാത്രമേ കാണാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ മോൻ, അവൻ എന്താ ഡോറേ മോൻ, പോക്കി മോൻ എന്നൊക്കെ പറഞ്ഞ അവൻ കണ്ടിട്ടുള്ളതിന്റെ ബാക്കിയേ കാണാൻ പറ്റത്തുള്ളൂ. ആ സമയത്തിരുന്ന് OTTയും പുതിയ ഇറങ്ങുന്ന പിള്ളേരുടെ പടമൊക്കെ കാണും. വിദേശ സിനിമകളും നെറ്റ്ഫ്ലിക്സും ഒക്കെ കാണുന്ന കുറവാണ്. ഇന്ത്യൻ കോണ്ടന്റ് അധികം കാണുന്നത്. എന്തോ ഇന്ത്യൻ കോണ്ടന്റ് അധികം കാണുന്നത് അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. അത് മാത്രമല്ല ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണാനും ഒന്നുള്ള അവസരമില്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഫിലിംസ് ആയതുകൊണ്ട് തമിഴും മലയാളവും അങ്ങനെയുള്ള സംഗതികളുടെ പുതിയ പടങ്ങൾ പുതിയതായിട്ട് ആരൊക്കെയാ വന്നിരിക്കുന്നത് അങ്ങനെ കാണും. അത്രേ ഉള്ളൂ. ഈ ഞാൻ കുറച്ച് പടങ്ങൾ പറയാം. ഉള്ളൊഴുക്ക്, അച്ചുവിന്റെ അമ്മ, മഴവിൽക്കാവടി, തലയണ മന്ത്രം. ഏതാ ഉർവശിയുടെ ബെസ്റ്റ്? എനിക്ക് ഉർവശി അഭിനയിച്ച എല്ലാ പടവും ഇഷ്ടമാണ്. ഉർവശിയുടെ വ്യത്യസ്തത ഞാൻ പണ്ടേ ചെക്ക് ചെയ്യുന്നവനാണ്. ഒരു ഇന്റർവ്യൂവിൽ ആരാ ചോദിച്ചു ഉർവശിയുടെ ആദ്യം കണ്ട പടം ഏതാന്ന് എന്നോട് ചോദിച്ചു. ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു ഉർവശിയുടെ ഈ പോസ്റ്റർ ഒട്ടിച്ചേക്കുന്ന ആദ്യം കണ്ടത്. അതുമുതൽ നമ്മൾ ഉർവശിയുടെ പടങ്ങൾ, ഉർവശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉർവശിയുടെ അഭിനയത്തെക്കാൾ ഉർവശിയുടെ ഒരു വ്യത്യസ്തത ഒരു പടത്തിലെ ഇപ്പുറത്ത് കാണാൻ പറ്റത്തില്ല. ഈ പടത്തിൽ അഭിനയിച്ചത് വേറെ. അത് നമ്മളുടെ ഒരു ചെറിയ വീക്ഷണമാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എല്ലാ പടവും ഉർവശിയുടെ പടം എനിക്ക് ഇഷ്ടമാണ്. അതിന് നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഇച്ചിരി വിഷമിക്കണം, വീട്ടിൽ ഇച്ചിരി വിഷമിച്ച് നമുക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഉള്ളൊഴുക്ക് കാണാം, കരയാം. മനസ്സിലായില്ലേ? മഴവിൽക്കാവടി വേണേൽ ചിരിക്കാം. വേഷം നല്ലതാണ് ചെയ്തതെങ്കിൽ എല്ലാം നമ്മൾ ഇഷ്ടപ്പെടണം. ഇതിലേത് എന്നുള്ളൊരു ചോദ്യം സിനിമയിലില്ല. അതിലെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ചോദിച്ചു, ആർക്ക് ഏത് ഇഷ്ടപ്പെടണമെന്ന് അവനവൻ്റെ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പം എന്ത് കാര്യത്തിലായാലും സിനിമയുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ വിഷ്ണുവും ശ്രദ്ധിക്കേണ്ടത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അത് പറയാം. ലോകത്തുള്ളവരെല്ലാം ഇത് വിശ്വസിച്ചോണമെന്നുമില്ല. ഒരു സിനിമയെക്കുറിച്ച് സിനിമയുടെ വിജയം നമ്മൾ കാണുന്ന നമ്മുടെ മാനസികാവസ്ഥയാണ്. വിഷ്ണു വീട്ടിൽ വഴക്കുണ്ടാക്കി വന്ന് എങ്കിൽ പിന്നെ സമയമുണ്ട് ഒരു സിനിമ ഉണ്ടാക്കി ഒരു സിനിമ വിഷ്ണുവിന് ഇഷ്ടപ്പെടത്തില്ല.
അതെ, മൈൻഡ് സെറ്റ് മാറ്റർ. മൈൻഡ് സെറ്റാണ് സിനിമ ഉണ്ടാക്കുന്നത്. പിന്നെ ഏതവസ്ഥയിലും സിനിമ നല്ലതായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അത് സിനിമയെ ജീവൻ കൊടുത്ത് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരെക്കുറിച്ചാണ് എഴുതപ്പെടുന്നത്. 85% പേരും സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് വിഷ്ണു സിനിമ എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു പെരുമ വിഷ്ണു ക്യാമറ എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഉർവശിയുടെ ഇരിക്കുകയാണ്. നമ്മുടെ ഒരു സംസ്ഥാന തല ക്രിക്കറ്റ് ഫുട്ബോൾ പ്ലെയർ, അവരുടെ ഒന്നും ഇന്റർവ്യൂ ഒന്നും എല്ലാം വരത്തില്ല. മനസ്സിലായില്ലേ അതിൻ്റെ ഒരു മഹത്വം? ഈ സിനിമ എന്ന് പറയുന്നത് ആ വിഷ്ണുവിനും ഇന്നത്തെ ഒരു ദിവസത്തെ ജീവിതം ഞങ്ങളുടെയൊക്കെ കാര്യം ഇതാണ്. സിനിമ എന്ന് പറഞ്ഞാൽ മഹാപ്രസ്ഥാനമാണ്. അതിനെ ഇഷ്ടപ്പെടുന്ന ഒരു 85% പേരുണ്ട്. ബാക്കി അത് എന്ത് കിട്ടാലും ജനങ്ങൾ അത് കാണും. കാരണം നമ്മൾ ഇപ്പോൾ പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിക്കാനല്ലല്ലോ സിനിമയ്ക്ക് പോകുന്നത്. നമ്മൾ എൻ്റർടൈൻമെൻറ്റും സന്തോഷവും ദുഃഖവും എല്ലാം അത് കണ്ട് സിനിമയെ ജീവൻ കൊടുത്തെന്നാണ് ഞാൻ വാക്ക് പറഞ്ഞത്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു 85% വിഭാഗമുണ്ട്. അവരെ കണ്ടെത്തും. ഈ 15% ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യരുത്. ഇവരെയും കൂടെ ആ 15% കൂടി ഇങ്ങോട്ടുണ്ട് സിനിമ വലുതായിട്ട് നിങ്ങളും കൂടെ വളർത്തണം. 15% പേര് പറഞ്ഞില്ല എന്തോന്ന് സിനിമ. നമ്മുടെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ പറയുന്നൊരു വാക്ക എങ്ങനെ ഉണ്ടേ, കുഴപ്പമില്ലെങ്കിൽ നല്ലത് എന്നങ്ങ് പറയണ്ടേ അല്ലേ? കുഴപ്പമില്ല, ഒരു വട്ടം കാണാം, മിഷ്കിനാണ് പറഞ്ഞത്. ഒരു വട്ടം കാണാം, പിന്നെ കയറി അഭിനയിക്കാൻ പറ്റും. മിഷ്കിൻ അല്ല, ഇത് ഈ നമ്മളെ ഏറ്റവും വലിയൊരു ഇതാവുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ പറഞ്ഞാൽ ഈ നാടകത്തിലൊക്കെ പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട നമ്മുടെ ഇങ്ങനെ രക്തത്തിൽ കിടക്കുകയാണ്. ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുമ്പം കാണുന്ന രോമാഞ്ചങ്ങളും ഇതൊക്കെ ഒരു നമ്മൾ ആലോചിക്കുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് ഈ ഫൈറ്റൊക്കെ ഇഷ്ടം? നമ്മൾക്ക് ഫൈറ്റ് ഇഷ്ടമായോണ്ടല്ല, നമ്മുടെ ഇന്റേണൽ ബോഡി കിടക്കുകയാണ്. പ്രതികരിക്കാൻ ശേഷിയില്ലാതെ വന്ന ഒരു തലമുറ അത് കിടക്കുകയാണ്. അപ്പൂപ്പന്മാരൊക്കെ ഉണ്ട് പലർക്കും. അപ്പോൾ ആരെങ്കിലും ഒക്കെ പ്രതികരിക്കാൻ കാണുമ്പോൾ ഒരു സന്തോഷം. അല്ലാതെ ആരെ അടിക്കുന്ന നമുക്ക് ഇഷ്ടമല്ല. അത് സിനിമയെ കൊണ്ട് അത് പറ്റുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അതിനെ സിനിമയെ വേർതിരിക്കേണ്ട. വയലൻസ്, സ്നേഹം, അല്ലെങ്കിൽ ലവ് സ്റ്റോറി ഒന്നുമല്ല. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഒരു ലവ് സ്റ്റോറി കാണുമ്പം സിനിമയെ ഞാൻ വീക്ഷിക്കുന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പം നമുക്കുണ്ടായിരുന്ന ഇഷ്ടങ്ങളും കാര്യത്തിൽ അവിടെയൊക്കെ ഞാൻ കടന്നു വരും. അപ്പോഴാണ് ആ പടത്തിൻ്റെ വിജയം. വയലൻസ് ഒന്നും അടി എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പലയിടത്തും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. കുട്ടികൾ അങ്ങനെ സിനിമ കണ്ടിട്ട് അതിലെ ഹീറോയിസം വീട്ടിൽ കാണിക്കാനും സ്കൂളിൽ കാണിക്കാനും നോക്കുന്നു. അങ്ങനെ ഒരു വാർത്തകൾ ശ്രദ്ധിച്ചിരുന്നു ആ സമയത്ത്, ചർച്ചകളൊക്കെ? ഇല്ല, നമുക്കിപ്പം കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു ആരോപിക്കാനോ ഉള്ള എളുപ്പ മാർഗമായിട്ട് നമ്മൾ അത് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ വെക്കുന്നേ ഉള്ളൂ. എന്നാ പിന്നെ സിനിമയിൽ നായകന്മാരെല്ലാം നല്ലതല്ലേ ചെയ്യുന്നത്, തിന്മയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കില്ല. എന്നാ പിന്നെ എല്ലാരും എന്താ അങ്ങനെ ആവാത്തെ? ഇത് മാത്രം വരുന്നുണ്ട്, അത് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിഷ്വൽ നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് സത്യമാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പം വളരെ കൊതിയൂർന്ന തരത്തിൽ നമുക്കുള്ള ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ വിഷ്വലും ഈ പാചകം ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണുമ്പോൾ അറിയാം നമുക്ക് അകത്തുള്ളൊരു വിശപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ക്രേവിങ് വരും. അപ്പം വിഷ്വൽ നമ്മളെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. അപ്പം ഇന്നിപ്പം നമ്മൾ ഒരു പത്രം എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഫ്രണ്ട് പേജിലെ വാർത്ത വായിക്കുമ്പോൾ രാവിലെ ഇളയരാജ സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു വിമാനയാത്രക്കിടയിൽ എന്തോ ഒരു ന്യൂസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു സാറിനടുത്ത്. സാർ ആ ന്യൂസ് കണ്ടു, ഞാൻ വായിക്കാറില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു 10-20 വർഷത്തിന് മുമ്പ് പറഞ്ഞത് എൻ്റെ അടുത്ത് 30 വർഷത്തിലധികമായി ഞാൻ പേപ്പർ വായിച്ചിട്ടെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട്. ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നും പറ്റി, എന്താ ഉള്ളത് പോസിറ്റീവായിട്ട് അതിനകത്ത് കേൾക്കാൻ? ഫ്രണ്ട് പേജിൽ ഏറ്റവും ദുരന്തങ്ങളല്ലേ എഴുതത്തുള്ളൂ. രാവിലെ എണീറ്റ് വന്ന് നമ്മളിപ്പം ഏത് മതസ്ഥരായാലും രാവിലെ ഈശ്വര ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ എന്നൊരു മനസ്സിൽ ചിന്തയോടുകൂടി ആയിരിക്കുമല്ലോ എണീക്കുന്നത്. എണീറ്റ് വന്ന് ആദ്യം പത്രം തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ക്രൂരമായ കാര്യങ്ങളായി കാണുന്നത്. അപ്പം മനസ്സിനകത്തൊരു നെഗറ്റീവ് അങ്ങോട്ട് കയറുകയാണ്. ഇതൊരു കാഴ്ചയല്ലേ, ഇതങ്ങനെ തന്നെ എൻ്റെ മനസ്സിലേക്ക് പകർത്തുകയാണ് ഞാൻ. അവിടുന്ന് എനിക്കിങ്ങനെ നല്ല സംഗീതം ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ മനസ്സിൽ എവിടെയോ ആ ദുഃഖത്തിൻ്റെ ഇത് കിടക്കും. അപ്പം ഞാനത് അവഗണന മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. എനിക്കൊന്നും അതിനെതിരെ ഒന്നും ചെയ്യാനില്ല. ഈ വാർത്തക്കെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പേരെ വെടിവെച്ച് കൊന്നു. അയ്യോ ഇത് പോയി വെടിവെച്ച് കൊന്നവരെ പോയി തിരിച്ച് വെടിവെക്കാനുള്ള കഴിവുണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആ വാർത്ത ഞാൻ വായിക്കാതിരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു എന്നോട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കാഴ്ചകൾ നമ്മളെ ബാധിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്ന ചെയ്തികളും നമ്മളെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും
ഉണ്ടല്ലോ സിനിമയിൽ. സിനിമ ഉണ്ടായ കാലം മുതൽ നായകൻ എന്ന് പറയുന്നവൻ തിന്മയ്ക്കെതിരെ പോരാടണം എന്ന് വിചാരിക്കുന്നവനാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ, ഒരു സ്ത്രീയെ പോലും വേദനിപ്പിക്കരുത്. അമ്മ എന്ന് പറയുന്നത് ലോകത്തെ പരമമായ സത്യമാണ്. എല്ലാം പാലിക്കപ്പെടണ്ടേ. അപ്പോൾ പക്ഷെ നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ആരോപിക്കാൻ എളുപ്പം സിനിമയാണ്. കാരണം വളരെ കളർഫുള്ളായിട്ടും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടും വളരെ പെട്ടെന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് കുറ്റപ്പെടുത്താൻ എളുപ്പം സിനിമയാണ്. ഈ ജഗദമ്മയുടെ ട്രെയിലറിൽ ഒരു ഫോട്ടോഷൂട്ടിന്റെ ഒരു തുടക്കം ഉണ്ടല്ലോ, ഒരു വിഷ്വല് അങ്ങനെ ചിരിക്കും ഇങ്ങനെ ചിരിക്കും എന്ന് പറയുന്നത്. അതുപോലത്തെ സമാനമായിട്ടുള്ള മഹേഷ് പ്രതികാരത്തിലും അങ്ങനെ ഒരുപാട് ഇതിൽ അതേപോലത്തെ സമാനമായിട്ടുള്ള വിഷ്വൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടി രസമുണ്ട്. ആ ഫോട്ടോഗ്രാഫർ ആരാന്ന് എനിക്കറിയില്ല, അങ്ങനെ കൊടുക്കുന്ന വോയിസ് അവർക്ക് ചിരിക്കാനാണ് പറഞ്ഞത്, ചെരിയാനല്ല പറഞ്ഞത്, ചിരിക്കാനല്ല. ആ സീൻ എങ്ങനെ, എന്താ ശരിക്കും സീൻ, എന്തിനാണോ ശരിക്കും ആ സീൻ? അത് അല്ല, അത് ഞങ്ങൾ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത് തീർച്ചയായിട്ടും ഡയറക്ടറുടെ തന്നെ കോൺട്രിബ്യൂഷനാണ്. ചില സ്ഥലങ്ങളിൽ ഈ എന്താ പറയുന്നത്, അഭിനയിക്കാൻ ഒരുപാട് നല്ല സമ്പത്തുള്ളവർക്കും അഭിനയിക്കാൻ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്ക് അറിയത്തില്ല, അഭിനയിക്കാൻ അറിയത്തില്ല. പരാജയമായിരിക്കും അഭിനയത്തിൽ പരാജയമല്ല, അവരുടെ എല്ലാം അഭിനയമുണ്ട്. പക്ഷെ അവർക്ക് അതിന്റെ മീറ്റർ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ ക്യാമറ കൊണ്ട് ഇപ്പം ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശി അവര് പ്രൊഫഷണലാണ്. ഞാനാന്നേ തരി പറക്കും. മറ്റേ പിന്നെ മറ്റേ ഇന്നസെന്റ് ഏട്ടൻ ചെയ്ത് കണ്ടില്ലേ, അരി പറക്കി അന്ന് പറയുന്നത് പോലെ ഇവർ നല്ല കോമഡി അത് കാണാൻ. ക്യാമറമാൻ ഡയറക്ടർ പറയും ചിലപ്പോൾ ഒന്ന് ഒരു ഫോട്ടോ എടുത്തുകൊണ്ടോ ഒന്ന് സൈഡൊക്കെ, അത് നമ്മളതിലൊക്കെ കോമഡി കണ്ടെത്തുന്നു. ഇതൊരു വലിയ സംഭവമല്ല, ഈ സിനിമയ്ക്കകത്തുള്ളതാ, ഉള്ളൊരു സംഗതിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിഷമം തോന്നും പല സ്ഥലങ്ങളിലും. ഇപ്പൊ പിന്നെ എളുപ്പമുണ്ട്. പണ്ട് ഫിലിം ഓടുന്ന അറിയാൻ പറ്റും, ക്യാമറ ഓടുന്ന ശബ്ദം കേൾക്കും, അപ്പൊ പറ്റിക്കാൻ പറ്റത്തില്ല. പറ്റിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പിന്നെ ശബ്ദമൊന്നും ഇല്ലല്ലോ, വെറുതെ വെച്ചേക്കല്ലേ. അപ്പൊ ഇത് എടുക്കുവാണോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. എടുക്കുവാണെന്ന് വിചാരിച്ച് വെറുതെ ചിലരെ അഭിനയിപ്പിക്കും. കാരണം ഒരു ആഗ്രഹം തീർന്നോട്ടെ, കാരണം വെറുതെ നിവർത്തിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഇതിന്റെ ഒരു ചെറിയ പോർഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ട്രിവാൻഡ്രം സ്ലാങ് കുറച്ചായല്ലോ ഉപയോഗിച്ചിട്ട്. ട്രിവാൻഡ്രം സ്ലാങ് ഞാൻ വളരെ അപൂർവമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു വിഷ്ണു. മറ്റേ മധുരേന്ദ്രയിലേക്കുള്ളത് ട്രിവാൻഡ്രം സ്ലാങ് അല്ലല്ല, അത് ശരിക്കും ട്രിവാൻഡ്രം അല്ല, അത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ തമിഴും മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അതാണ് ഇത് ടിപ്പിക്കൽ പക്കാ ട്രിവാൻഡ്രം തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കഥയായിട്ടാണ്. ത്രൂ ഔട്ട് ഒരു ട്രിവാൻഡ്രം സ്ലാങ് പടം ഞാൻ ചെയ്തിട്ടില്ല ഇല്ല. ശരിയാ, മിനിച്ചേച്ചി ചെയ്തിട്ടുണ്ട്, കൽപ്പന ചേച്ചി ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, MLA ആയിട്ടല്ലേ ഇതില് എന്നും എപ്പോഴും അതൊക്കെ എന്താണോ ചിരിച്ചോണ്ടിരിക്കുന്നത്. കൽപ്പന ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ തുടരും എന്നുള്ള സിനിമയിൽ ഒരു സാന്നിധ്യമായിട്ട് കൽപ്പന ചേച്ചി വരുന്നുണ്ട് ഒരു സീനില്. അപ്പൊ ഒരു വളരെ പ്രധാനപ്പെട്ട സീനാണ്, വളരെ ഗൗരവമുള്ള സീനാണ് സിനിമയുടെ അകത്ത്. അപ്പൊ ആ വരുമ്പോ ആളുകൾ മൊത്തം, അതായത് അത്രയും ഭയങ്കര ഒരു കയ്യടിക്ക് നേടുന്ന ഒരു സീനിന്റെ അവിടെയാണ് ഇവരുടെ സാന്നിധ്യം വരുന്നത്. തിയേറ്റർ ഫുൾ സൈലന്റ് ആവുകയാണ്. അതിനുശേഷം ഒരു 3 സെക്കൻഡ് കയ്യടിയുണ്ട്. തുടരും വരുന്നുണ്ടെന്ന് കൽപ്പന ചേച്ചി ഉണ്ട് അതിനകത്ത്. അത്രയും മുമ്പാണോ ഷൂട്ട് ചെയ്തത്? അല്ലല്ല, ഇത് CG അല്ല ഒരു ഫോട്ടോ ആയിട്ട് പ്രത്യേക സീക്വൻസിൽ വരുന്നുണ്ടായിരിക്കും. ഭയങ്കര വലിയ സംഭവം. കാരണം നമ്മളും എല്ലാവരും അപ്പൊ റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എത്രമാത്രം റെസ്പെക്റ്റോ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം അവരെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് എത്രയൊക്കെയോ നമ്മൾ ഇനി കൊടുക്കേണ്ടിയിരുന്നു എന്ന് തോന്നിപ്പോയി ശരിക്കും. അത് ചേച്ചിക്ക് പടം കാണുമ്പോൾ ചേച്ചിക്ക് അങ്ങനെ മനസ്സിലാവും. കാരണം അത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു പ്രസ്ഥാനമാണെന്നുള്ളതിന്റെ തെളിവാണ്. കാരണം എത്രയോ പേരെ നമുക്ക് ഇപ്പോഴും അവരെ കാണാം. അവരുടെ ഇപ്പം സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ ഉള്ള ഒരു ഭാഗ്യമതല്ലേ, അവരെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അവര് വരുന്നത്, അവര് സംസാരിക്കുന്നതും അവരുടെ മാനേഴ്സും എല്ലാം നമുക്ക് വീണ്ടും. മധു സാറിനോട് പറയായിരുന്നു ഞാൻ വീട്ടിൽ പോയപ്പോ, മധു സാർ പറയണ അദ്ദേഹം ഇപ്പൊ ചെയ്യുന്നത് രാത്രി ഇരുന്ന് പണ്ടത്തെ പടങ്ങൾ കാണാൻ. അന്ന് ആള് കൂടെ അഭിനയിച്ചപ്പോ നസീർ സാറിന്റെ കൂടെ ആൾ അഭിനയിച്ചിട്ടുണ്ട്, ആലമ്പുഴ അവരുടെ ഒക്കെ കൂടെ അഭിനയിച്ചത് അന്ന് ആൾക്ക് കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോ യൂട്യൂബിൽ കയറിയിട്ട് പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വരും. ഇങ്ങനെ സംഭവം തീർച്ചയായിട്ടും അതൊക്കെ ഒരു ഭാഗ്യമാണ്. നമുക്ക് സിനിമയ്ക്ക് മാത്രമേ പറ്റൂ. മാത്രമല്ല ഇന്നത്തെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് ഈ പഴയ സിനിമകൾ, എൻ്റെ പല സിനിമകളും കണ്ടിട്ട് അത് അതേപടി പറയുക. ഈയിടയ്ക്ക് എന്നോട് ഞാൻ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം ഒരു പയ്യൻ ചോദിച്ചു എന്നോട്. ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴേ, ഇപ്പൊ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു,
ആ സീനിൽ ചേച്ചി അങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിച്ചില്ല, ചേച്ചിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അയ്യോ ചേച്ചി, ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് ചേച്ചി അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ, തലയുടെ മന്ത്രത്തിന്റെ ഏതോ ഒരു സീനില് സംസാരിച്ചിട്ട് ജയറാം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചേച്ചി ഇങ്ങനെ എത്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് എന്ത് വിചാരിച്ചിട്ടാ ചേച്ചി നോക്കിയത്? അതെന്താ അങ്ങനെ നോക്കിയത്, എന്തിനാ? നമുക്കറിയത്തില്ല. പക്ഷെ ഇന്നത് ഒരു വലിയൊരു ഭാഗ്യം. മറ്റേ അരി അടപ്പത്തിട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയത് എന്താ ചേച്ചി അങ്ങനെ നോക്കിയെന്ന് ചോദിച്ചു. ഇപ്പൊ മുമ്പ് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. ഒരു വലിയ ഭാഗ്യമാ. ഈ ഡയലോഗ് ഇല്ലാതെയും കുറെ സീൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് കുറെ കാര്യങ്ങൾ ഇഷ്ടമാണ്. ഈ ഭരതത്തില് തംസപ്പ് പറയുന്ന സാധനം എത്ര ഇമോഷനാണ്. കാരണം ഒരു കാര്യം മറക്കണം, ഓപ്പോസിറ്റുള്ള ആൾക്ക് ധൈര്യം കൊടുക്കണം, കരയണം, എന്നാൽ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അത് അത്ര എളുപ്പമല്ല. അതെന്തോ അങ്ങ് ചെയ്തു പോയതാണ് വിഷ്ണു. അതിന്റെ വാല്യൂസിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം അന്ന് ഏകദേശം അത്രയും ക്രൗഡ് ഉണ്ട് ആ വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. നല്ല ക്രൗഡ് ഉണ്ട്. കോഴിക്കോട് ഒരു വീട്ടിലായിരുന്നു. അപ്പൊ ആ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അത്രയും ക്രൗഡ് ആ വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. ഒരു കല്യാണ വീട് പോലല്ലേ. അപ്പൊ അത്രയും പേരും ഉണ്ട്. പെട്ടെന്നാണ് ഷോട്ട് പറഞ്ഞത്. സിബിചേട്ടൻ പറഞ്ഞു, ഒന്നുമില്ല, അത് എങ്ങനെയാണ് ഒരു ഉറപ്പ് കൊടുക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ലാലിനൊരു ഉറപ്പ് കൊടുക്കണം. ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടല്ലേ. അടുത്ത് സിബിചേട്ടനൊക്കെ അടുത്ത് വന്ന് വളരെ കാര്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ നമ്മള് ഇപ്പൊ ഈ പാട്ടിനിടയ്ക്ക് പെട്ടെന്ന് നിർത്തി പോവുകയാണ്. നിർത്തി പോകുമ്പോ നമ്മള് ഒരു ഉറപ്പ് കൊടുക്കണം. കാരണം പതറിപ്പോകരുത്, നമ്മൾ ജയിച്ച് നിൽക്കണം, ഈ നല്ല കാര്യം ഒന്ന് നടന്നു വിട്ടട്ടെ. ഒരു ഊമ്പപ്പെണ്ണിന്റെ കല്യാണമാണ് നടക്കുന്നത്, നടന്നു തീരുന്നവരെ നമ്മൾ തളർന്നു പോയാൽ പോയി. അപ്പൊ അതെല്ലാം വരണം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്ത് ഒരു ഉറപ്പ് ഇങ്ങനെ കൊടുക്കുന്നത് എങ്ങനെയാ. അപ്പൊ നമ്മൾ സാധാരണ ഉറപ്പെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അതൊക്കെ അല്ലേ പിടിച്ചു നിൽക്കണം എന്ന് പറയും. ചേട്ടാ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. വരണം, ഒരു ടേക്ക് എടുത്തു നോക്കാം. അപ്പൊ അതെല്ലാം മനസ്സിൽ ഒന്ന് വരുത്തിയാൽ മതി കേട്ടോ. അതിങ്ങനെ വരുമ്പോ എങ്ങനെയാണെന്നുള്ള മനസ്സിലൊന്ന് വരുത്തിയാൽ മതി. അപ്പൊ തോന്നിയതുപോലെ അങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെയാണ്, ടേക്ക് ഓക്കെയാണെന്ന് പിന്നെ മനസ്സിലായതല്ലേ. അല്ല, നമുക്ക് അത്രേ അറിയത്തുള്ളൂ. ആ പ്രായം അങ്ങനെയല്ലേ. ഞാൻ അവിടെ 19-20 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ നമുക്ക് അത്ര വലിയ ജീവിതാനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. അപ്പൊ അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അത് പിന്നെ ഇപ്പൊ നിങ്ങൾ പറയുമ്പോ അന്നൊന്നും ആരും അത് പറഞ്ഞിട്ടില്ല കേട്ടോ. ആരും പറഞ്ഞിട്ടില്ല സത്യമായിട്ടും. സ്റ്റേറ്റ് അവാർഡ് മെൻഷൻ ഉണ്ടായിരുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും 3ാമത്തെ അവാർഡ് അത് കൂടെ ചേർത്തിട്ടാണ്. 2ാമത്തെ അവാർഡ് ആ സിനിമയുണ്ടായിരുന്നു. പക്ഷെ അറിയത്തില്ല എനിക്ക്. അങ്ങനെ ആരും വലുതായിട്ടൊന്നും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. ആ ക്യാരക്ടർ നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നല്ലാതെ ഇന്നത്തെ നിങ്ങളെപ്പോലെയുള്ള ഇന്നത്തെ മീഡിയാസ് പറയുന്നത് പോലൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ കൊതി തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത് ചേച്ചി അത് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ. പക്ഷെ അന്നത്തെ ആക്ടേഴ്സ്, ഐ മീൻ നടിമാരൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും പറയാറുണ്ട് ഞാനിപ്പോ ഇന്ന ഹീറോയിനായിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ഹീറോയിൻ എന്നുള്ളൊരു ടേം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് അതിൽ അഭിനയിക്കില്ല, അല്ലെങ്കിൽ ഇത്ര സീനിന് ശേഷം വരുന്ന ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പത്തെ ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കി എന്നൊക്കെ പറയുന്നത്. അതൊരു സ്റ്റേച്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ആയിട്ടൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ഇന്ന് കാറിൽ വരുമ്പോ മഴവിൽക്കാവടി കാണുമ്പോ ചേച്ചിയുടെ രംഗം മൊത്തം 25 മിനിറ്റേ ഉള്ളൂ, പാട്ട് ഉൾപ്പെടെ. അത്രേ ഉള്ളൂ. ശരിക്കും സെക്കൻഡ് ഹീറോയിൻ ആണ്, പക്ഷെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് വേറെ കാര്യം. അതെന്താ അപ്പൊ അന്ന് സ്റ്റാറ്റസ് സ്റ്റേച്ചർ ഒന്നും ചേച്ചിയെ ബാധിച്ചിട്ടില്ലേ? ഇല്ല, എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആരും ഉണ്ടായിരുന്നില്ല. ബേസിക്കായിട്ട് നാടകമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് അന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഒന്നും മാത്രമല്ലാതെ എൻ്റെ അച്ഛനും അമ്മയോ ആരും ഇത് ഒരു സീനേ ഉള്ളൂ, 2 സീൻ ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും മിനിച്ചേച്ചി മാത്രം നോക്കുമായിരുന്നു ബിഗിനിങ് സമയത്ത്. അവർക്ക് കോമഡി ഇഷ്ടമായിരുന്നില്ല. കോമഡി ചെയ്യാനേ അവര് നല്ലോണം ബേസിക് ആയിട്ട് കോമഡി ഒക്കെ പറയും. പക്ഷെ അവർക്ക് സിനിമയിൽ സീരിയസ് ആയിട്ടുള്ള നല്ല റോൾസ് ചെയ്യാനായിരുന്നു ആഗ്രഹം. അങ്ങനെ ചില സിനിമയിൽ നിന്ന് അവള് വിട്ടിട്ട് വന്നിട്ടുണ്ട്. കലച്ചേച്ചിക്ക് മിനിച്ചേച്ചിയുടെ ഓഫേഴ്സ് ആണ് പലതും എനിക്ക് വന്നിട്ടുള്ളതും. ബാലനടിയായിട്ട് ഞാൻ അഭിനയിച്ചതും മിനിച്ചേച്ചിയുടെ ഓഫറാണ്. മിനിച്ചേച്ചി അഭിനയിക്കേണ്ട പടമാണ് കലച്ചേച്ചി അഭിനയിച്ചത് ആദ്യമായിട്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. കാരണം അവളാണ് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ. വീട്ടില് എല്ലാ കഴിവും ഉണ്ടായിരുന്നത് മിനിച്ചേച്ചിക്കായിരുന്നു. കൊച്ചിലെ മുതൽ ഡാൻസും പാട്ടും ഇതിനൊക്കെ ഭയങ്കര പേരായിരുന്നു. അങ്ങനെ കിട്ടിയതാണ്. പക്ഷെ അങ്ങനെ മിനിച്ചേച്ചി മാത്രം പറയും വേണ്ട ആ റോൾ എനിക്ക് വേണ്ട, അത് വെറുതെ ഇങ്ങനെ കൊമേഡിയന്റെ കൂടെ വെറുതെ നടക്കുന്ന റോള് ഞാൻ ചെയ്യില്ല, ഇല്ല ഈ പടം ഞാൻ ചെയ്യില്ല. ചില സിനിമയിൽ പോയിട്ട് 2 ദിവസം
വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് കിട്ടിയ അവസരം ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. അല്ലെങ്കിൽ പിന്നെ യോധ പോലൊരു സിനിമയിലൊന്നും ഒരു സീനിലും ചെറിയൊരു പാട്ടിന്റെ ബിറ്റിലും ഒന്നും വരാൻ പറ്റില്ലല്ലോ. 6-ാം നമ്പറിലും ചേച്ചിയില്ലേ? ഏതില്ല? 6-ാം നമ്പറിൽ ഓടുന്നത് ചേച്ചിയല്ലേ? ഇല്ല, മധുമൊഴിയാതെ നിന്നെ തേടി. അല്ല, അതെന്റെ കണ്ണുകൾ. ആ, അത് ഏതോ സിനിമയിൽ നിന്ന് എവിടുന്ന് എടുത്ത് ഇട്ടതാ കേട്ടോ. അതെ, അതും കണ്ടുപിടിച്ചു നിങ്ങളൊക്കെ. ഒന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല, എങ്ങനെയോ കണ്ടുപിടിച്ചു. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഇടയ്ക്ക് വെച്ച് സംസാരിച്ചില്ലേ, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊന്നും ഒരു ജനറേഷൻ ഇല്ല. അവരെന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പുള്ള ആണ്. ഇപ്പൊ വന്ന കുഞ്ഞുങ്ങള് ഭയങ്കര ഷാർപ്പ് വിദ്യ. പിന്നെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഈ കുട്ടികൾ അത് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. കാരണം ഞാൻ പഠിക്കുമ്പോൾ, അല്ല നമ്മളൊക്കെ പഠിക്കുമ്പോൾ, അത് ജനറേഷൻ അല്ല പറയുന്നത്, പഠിക്കുമ്പം ഈ ടെക്നോളജി ഇത്ര ഇത് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാന്ന് ബുക്കി നോക്കി പഠിച്ചെഴുതി ഇന്ത്യ ന്യൂഡൽഹി, ഇന്ത്യ ഒന്നുമില്ല. ഇപ്പൊ പിന്നെ വിഷ്ണുവിന് പഠിക്കാൻ എത്ര ഇത് വേണേലും ഉർവശിയുടെ ഹിസ്റ്ററി ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങ് പോരുകയാണ്. അപ്പോൾ ആ സമയം നമ്മൾ കുഞ്ഞുങ്ങളെ തന്നെ പറഞ്ഞിട്ട് ഇപ്പോഴും തന്നെ കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ സമയം ഉണ്ടാവും പഠിക്കാൻ. എല്ലാം കുറച്ച് സമയം മതി, വീട്ടിൽ വരാൻ, ബൈക്ക്. അപ്പൊ ആ സമയത്ത് എക്സ്ട്രാ ടൈം നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ഓക്കെ. അതിന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് വെറുതെ പറയുന്നതെന്ന് എല്ലാവർക്കും പറയും. അവരെന്തായാലും നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവരുടെ ലെവലിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ വളരെ ഹൈ ആണ്. നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാൽ പോലെ പിന്നെന്തോന്ന് ജനറേഷൻ. ചേച്ചി, ഇപ്പം ഈ പടത്തിനെ പറ്റിയിട്ട് നമ്മൾ ഉള്ളൊടുക്കിന്റെ സമയത്ത് ചേച്ചി പറഞ്ഞു ഒരു പ്രൊഡക്ഷനിൽ ഒരു പടം വരുന്നുണ്ട്, ഫുൾ തമാശയാണ്. ഇപ്പൊ തമിഴില് ചേച്ചിക്ക് ഒരു വലിയ ഓഡിയൻസ് ഉണ്ടല്ലോ അപ്പുറത്ത് കോമഡി ചെയ്യുന്നത്. ഇപ്പം മൈക്കിൾ മാതൃ കാമരാജൻ തൊട്ട് ശിവമനസ്സുക്കൾ ശക്തി തൊട്ട് അവിടെ അങ്ങ് എടുക്കുക ഒരു ഏരിയ അൺഎക്സ്പ്ലോർഡ് ആയിട്ട്. അപ്പം അവിടേക്ക് ഒരു തമിഴ് പടം, തമിഴില് ഒരു ഉർവശിയുടെ ഒരു പടം, അങ്ങനെ പ്ലാൻസ് ഉണ്ടോ? അങ്ങനെയായിരുന്നു വിഷ്ണു ഇത് ഉദ്ദേശിച്ചിരുന്നേ. ഓക്കെ. ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അങ്ങനെ വിചാരിച്ച ഇത് നമ്മൾ ഓപ്പൺ ചെയ്തത്. തമിഴിൽ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങാം, TV പ്രൊഡക്ഷൻ ഓൾറെഡി ഉണ്ട്, അപ്പൊ നമുക്ക് അങ്ങനെ ആവാം, ഒരു ഗ്യാപ്പ് എടുക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോ കൃത്യം മോന്റെ ജനനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അഭിനയിക്കുന്ന കുറെ പടങ്ങളൊക്കെ വിട്ടിട്ട് ഒരു കുറെ അങ്ങ് ഗ്യാപ്പായി. ഗ്യാപ്പ് വന്നപ്പോ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ പണവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറിപ്പോവും. പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങ് പോവുമായിരുന്നു. പിന്നെ നോക്കിയപ്പം തമിഴില് പഞ്ചായത്ത് എന്ന് പറയുന്നതിന് പിന്നെ ആ വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ, അയ്യോ എന്താ அவங்க 2 പേർക്കും പെരിയ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വഴക്കുണ്ടായി. അത് നമ്മൾ തീർക്കാൻ പോയതിന് ആ പഞ്ചായത്ത് എന്ന് പറയുന്നത് മധ്യസ്ഥം വഹിക്കുക. വിഷ്ണു ആരുമായിട്ടോ വഴക്കുണ്ടായി, ഞാൻ വന്നത് ശരിയാക്കി വിട്ടു. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലായെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഏരിയ നമ്മൾ ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി ഫ്രണ്ട്സും ഇതൊക്കെ അറിയാവുന്ന, കഥ അറിയാവുന്ന കുറെ പേരൊക്കെ മലയാളത്തിൽ ചെയ്യാം. ഈ ആണുങ്ങളെയും ചേച്ചി രസകരമായിട്ട് ട്രോളിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എതിർപ്പ് പോയിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പം മറ്റേ ഉർവശി എന്നുള്ള പാട്ടുണ്ടാവുന്നതിന്റെ പിന്നിലത്തെ കാര്യം പോലും നമുക്കറിയാം. ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ സ്ത്രീകൾ എഴുതുന്നത് ശരിയല്ല എന്ന് അവിടെ ഒരു എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിടക്കോഴി 1 നൂറ്റാണ്ടില് ആണുങ്ങളെ ഒരുപാട് ശാസിക്കുന്ന പെമ്പിള്ളേരെയും ട്രോൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എഴുത്തില്. അപ്പൊ പറയുന്നത് കുറച്ച് ഹാസ്യരൂപേണ, അല്ലെങ്കിൽ ലൈറ്ററായിട്ട് പറഞ്ഞാൽ ആളുകൾ എടുക്കും, അങ്ങനെ ഒരു വിഷൻ ഉണ്ടോ ചേച്ചിക്ക്? അല്ല, തീർച്ചയായിട്ടും. നമ്മളിപ്പം വളരെ നിസ്സാരമായൊരു കാര്യം, ഇപ്പം ഇവിടുന്ന് ഒരാള് വന്നിട്ട് ഈ ടേബിൾ ഒന്നെടുത്ത് അങ്ങോട്ട് നീക്കി എന്ന് വിചാരിക്കുക, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് ഏത് ഭാവത്തിൽ വേണമെങ്കിലും പറയാം, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ കുറച്ചൊരു തമാശയായിട്ട് എന്താ ഈ മേശ ഇവിടെ കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവിടെ തന്നെ ഇട്ട് വയ്ക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരത്തില്ല. തിരിച്ച് ഞാൻ കുറച്ച് ഹാർഷായിട്ട്, എന്തിനാ ഞാൻ അവിടെ ഇട്ടിരിക്കുന്ന ടേബിൾ നിങ്ങൾ എന്തിനാ എടുത്തങ്ങോട്ട് മാറ്റിയത്, അതിനൊരു മാനേഴ്സ് ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ആ എക്സ്പ്രഷൻ മാറുമ്പോൾ വല്ലാതെ ഹേർട്ട് ചെയ്യല്ലേ അവർക്ക്, മനസ്സിലായില്ലേ? അപ്പോ എത്ര കയ്പുള്ള മരുന്നും ഒരല്പം മധുരം പുരട്ടി ഇറക്കുന്നവരെയുള്ള ഒരു സമയത്തൊക്കെങ്കിലും ഒരല്പം മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. പക്ഷെ നമുക്ക് എല്ലാ കാര്യവും അങ്ങനെ പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളുണ്ട് വളരെ ഗൗരവത്തിൽ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരുമായിരിക്കും. അല്ലാത്ത മിക്കവാറും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു പരിഹാസ രൂപേണ എന്നും അർത്ഥമല്ല,
എങ്കിൽ പോലും അതിനെ ഒരു സർക്കാസം വേണം. അസർക്കാസം ഉണ്ടായാൽ അതിനത്രയ്ക്ക് അങ്ങോട്ടൊരു ബുദ്ധിമുട്ട് തോന്നൂല കേൾക്കുന്നവർക്ക്. അതായത് ഞങ്ങൾ പറയും, പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ മുകേഷ് കോമഡി എന്ന് പറയും. മുകേഷ് ചേട്ടൻ എന്നോട് എന്നെ കുറിച്ച് കളിയാക്കി പറഞ്ഞാൽ ഞാനും കൂടെ ചേർന്ന് ചിരിക്കും. അത്രയും നമുക്ക് ഹാസ്യം അവതരിപ്പിക്കുന്ന ഒരു ആളിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. അപ്പം നമ്മളെ കുറിച്ച് ഭയങ്കരമായിട്ട് കളിയാക്കാം, പക്ഷെ നമ്മളും കൂടെ കൂടെ ഇരുന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ ചിരിക്കും. അതായിരിക്കണം ഹാസ്യം. ഒരു വിഭാഗത്തെ മാത്രം ചിരിപ്പിക്കുക, വേറെ കുറച്ച് പേര് വിഷമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഹാസ്യം ആവില്ല, അത് പരിഹാസം.